മഹാകവി കുമാരനാശാൻ അന്ത്യോത്സവം കൊള്ളുന്ന പല്ലന എന്ന അതിമനോഹരമായ കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മരുതാ മൗണ്ടൻ സ്കൂളിലെ ആനുവൽ ഡേക്ക് എത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാരും ഹാപ്പി അല്ലേ? എങ്ങനെ സന്തോഷിക്കാതിരിക്കല്ലേ? എക്സാം എന്ന് പറഞ്ഞ വലിയ ഭാരം ഇറക്കി വെച്ച ആശ്വാസത്തിലല്ലേ നമ്മളെല്ലാരും. മാർച്ച് മാസം എന്ന് കേട്ടാ ആദ്യം മനസ്സിലേക്ക് വരുന്നതാ എക്സാം. പക്ഷെ ഇപ്പോഴോ എക്സാമിന്റെ ചൂടും ടെൻഷനും ഒക്കെ മാറ്റി സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ആ വേദി എത്തി നിൽക്കുകയാണ്. നിങ്ങളുടെ കഴിവുകളെ പാട്ടിലൂടെയും ഡാൻസിലൂടെയും പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമാണ്. ഈ ഒരു വർഷം നമ്മളെ കൈപിടിച്ച് നടത്തിയ നമ്മുടെ ടീച്ചേഴ്സിനും നമുക്ക് താങ്ങും തള്ളുമായി നിന്ന നമ്മുടെ പാരന്റ്സിനും നമ്മൾ നന്ദി പറയണം. അവരുടെ പ്രോത്സാഹനമാണ് ഇന്ന് ഈ വേദിയിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഇപ്പൊ മാർച്ച് മാസമാണ്, പുറത്തൊക്കെ ഭയങ്കര ചൂടാണ്. പക്ഷേ നമുക്ക് ചൂടിനേക്കാൾ സന്തോഷം തരുന്ന ഒരു കാര്യമുണ്ട്. എന്താ? വീട്ടിൽ AC ഒന്നും. അതൊന്നുമല്ല, ഏപ്രിൽ മെയ് മാസത്തിലെ വെക്കേഷൻ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ എടുപൊട്ടും അല്ലേ? കാരണം എക്സാം കഴിഞ്ഞ് കിട്ടുന്ന ആ വലിയ അവധി ആ കൊച്ചു സ്ക്രീനിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നതിന്റെ സന്തോഷത്തിലാണ്. എന്റെ ഉമ്മയും വാപ്പായും പറയും അവരുടെ കുട്ടിക്കാലമാണ് നല്ലതെന്ന്. കാരണം അവര് മരത്തേലും കയറി മാവേലും കയറിഞ്ഞ് ഗ്രൗണ്ടിലൊക്കെ ഓടിക്കളിക്കുവായിരുന്നു. പണ്ട് ഒരു വീട്ടിൽ 5-6 മാവും പ്ലാവും പറങ്ങൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴോ ഒരു വീട്ടിൽ മിനിമം 5-6 മൊബൈൽ ഫോണെങ്കിലും കാണും അല്ലേ? ശരിയല്ലേ? പണ്ട് കുട്ടികൾക്ക് വീട്ടിന്റെ പുറത്തിറങ്ങാനാണ് ആവേശമെങ്കിൽ ഇപ്പൊ നമുക്കോ ചാർജർ പ്ലഗ് പോയിന്റിന്റെ അടുത്തുനിന്ന് മാറാൻ പറ്റുമോ? മാറാൻ പറ്റുമോ? നമ്മൾ മൊബൈലിലെ ഗെയിം കളിക്കുമ്പോൾ ഓർക്കണം, യഥാർത്ഥ കളിക്കളം പുറത്താണ്. മൊബൈലിലെ ചാർജ് തീരുന്ന പോലെ നമ്മുടെ സന്തോഷവും തീർന്നു പോകരുത്. സത്യം പറഞ്ഞാൽ ഈ മൊബൈൽ വന്നുകൂടി നമുക്ക് പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 4-3 എത്രാന്ന് ചോദിച്ചാൽ ഉടനെ മൊബൈൽ എടുക്കും കണക്ക് കൂട്ടാൻ. തലച്ചോറുണ്ട് കണക്ക് കൂട്ടത് നമ്മളങ്ങ് പഠിച്ച്. ഗൂഗിൾ മാപ്പ് വന്നപ്പോഴോ വഴി ചോദിക്കാൻ ആളുകളോട് സംസാരിച്ചത് നമ്മൾ അങ്ങ് നിർത്തി. എന്നുമെല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ ഒതുങ്ങിയപ്പോൾ നമ്മൾ ആ കൊച്ചു സ്ക്രീനിന്റെ അടിമയായി. നമ്മൾ മൊബൈലിലെ റീൽസ് കണ്ട് നമ്മുടെ ജീവിതം ഒരു റീലായി പോകരുത്. നമുക്ക് വേണ്ടത് റിയൽ സന്തോഷമാണ്. അല്ല, നമുക്ക് റിയൽ സന്തോഷം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വെക്കേഷൻ ആഘോഷകരമാക്കാൻ ആര് വിചാരിക്കണം? പാരന്റ്സ് വിചാരിക്കണം. ഞാൻ ഒരു കഥ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഒരിക്കൽ ഒരു സ്കൂളിലെ ടീച്ചർ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഒരു എസ്സേ എഴുതാൻ നൽകി. വലുതാകുമ്പോൾ നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം എന്നതായിരുന്നു വിഷയം. എല്ലാ കുട്ടികളും വേഗത്തിൽ എഴുതാൻ തുടങ്ങി. വൈകിട്ട് വീട്ടിലെത്തിയ ടീച്ചർ ഓരോരുത്തരുടെയും ഉത്തരങ്ങൾ വായിച്ചു നോക്കി. അതിൽ മിക്കവരും ഡോക്ടർ, കളക്ടർ, എഞ്ചിനീയർ എന്നൊക്കെയാണ് എഴുതിയിരുന്നത്. പക്ഷെ ഒരു കുട്ടിയുടെ പേപ്പർ വായിച്ചപ്പോൾ ടീച്ചറിന്റെ കണ്ണ് നിറഞ്ഞുപോയി. അത് കണ്ട് അടുത്ത് വന്ന ടീച്ചറിന്റെ ഭർത്താവ് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ടീച്ചർ ആ പേപ്പർ അദ്ദേഹത്തിന് നൽകി. ഇങ്ങനെയായിരുന്നു ആ പേപ്പറിൽ എഴുതിയിരുന്നത്: എനിക്ക് വലുതാകുമ്പോൾ ഒരു മൊബൈൽ ഫോൺ ആകാനാണ് ആഗ്രഹം. കാരണം എന്റെ വീട്ടിലെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു മൊബൈൽ ഫോണിനെയാണ്. അച്ഛനും അമ്മയും എന്നേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഒരു മൊബൈൽ ഫോണിനൊപ്പമാണ്. ഞാൻ കരയുമ്പോഴോ വീഴുമ്പോഴോ കിടുന്നേക്കാൾ ശ്രദ്ധ ഒരു ഫോൺ റിങ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ നൽകുന്നു.
എനിക്കും അവരുടെ കൂടെ കളിക്കാനും ചിരിക്കാനും ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനൊരു മൊബൈൽ ഫോൺ ആയി കഴിഞ്ഞാൽ മാതാപിതാക്കൾ എപ്പോഴും എന്നെ കൈപ്പിടിക്കും, എപ്പോഴും എന്നെ കൂടെ നടത്തും. ഇത് വായിച്ചു കഴിഞ്ഞ് ഭർത്താവ് ചോദിച്ചു, ഓ കഷ്ടം തന്നെ, ഏത് കുട്ടിയാണ് എഴുതിയത്? ടീച്ചർ നിറകണ്ണുകളോടെ നിറഞ്ഞു, ഇത് മറ്റാരുമല്ല, നമ്മുടെ മകൻ എഴുതിയതാണ്. പ്രിയമുള്ളവരെ, ഈ മൊബൈൽ ഫോൺ ആവശ്യത്തിന് നല്ലതാണ്, പക്ഷെ അതൊരിക്കലും മനുഷ്യബന്ധങ്ങൾക്ക് എതിരാകരുത്. പ്രത്യേകിച്ച് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടത് വില കൂടിയ കളിപ്പാട്ടങ്ങളോ അഥവാ നിങ്ങളുടെ മൊബൈൽ ഫോണോ അല്ല, മറിച്ച് നിങ്ങളുടെ സ്നേഹവും നിങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവുമാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന പാരന്റ്സിനോട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന പേരിൽ വഴക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോൺ ഒന്ന് മാറ്റിവെക്കണം. ഞങ്ങളുടെ റോൾ മോഡൽ നിങ്ങളാണ്. നമുക്ക് റിയൽ സന്തോഷം കിട്ടുന്നത് നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവുമാണ്. വെറുതെ ഇരിക്കാനുള്ളതല്ല ഈ അവധിക്കാലം. കളിക്കണം, ചിരിക്കണം, ആഘോഷിക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കാനുള്ളൊരു അവസരമാണിത്. എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ചിലർക്ക് പാടാൻ ഇഷ്ടമാണ്, ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, വരയ്ക്കാൻ ഇഷ്ടമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കാനുള്ളൊരു അവസരമാണ്. പിന്നെ ഞാൻ ഒരുപാട് സംസാരിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുന്നില്ല. എന്നെ ഈ പ്രോഗ്രാമിൽ ക്ഷണിച്ച കാർത്തികേയനും സ്കൂൾ മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. കൂടാതെ എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി വെക്കേഷൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Aksa, for your wonderful words and cheerful presence. Your talent and confidence truly inspire our young stars.